വളരെ വളരെ കൂടുതലാണ് നമ്മുടെ റോഡ് അപകടങ്ങൾ ഈ മഴക്കാലത്ത്. പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസ്സുകളാണ് പ്രധാന പ്രതി. കാരണം നമ്മുടെ രാജ്യത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. എല്ലാം വിദ്യാസമ്പന്നരായ ഒരു സമൂഹം ചെറുപ്പക്കാരാണ് ഇന്ത്യയുടെ ശക്തി എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനുഭവത്തില് നമ്മുടെ വീടുകളിലെ ചെറുപ്പക്കാര് അവരാണ് നമ്മുടെ സ്വപ്നവും നമ്മുടെ അസറ്റും. പക്ഷേ ഈ സ്വപ്നങ്ങളെ കൊന്ന് ഒടുക്കിക്കൊണ്ടാണ് സ്വകാര്യ ബസ്സുകൾ ചീറിപ്പായുന്നത്. എണ്ണത്തിൽ 8000 ബസ്സുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവര് ഒരു ദിവസം മിനിമം 4 തൊട്ട് 5 വരെ യുവാക്കളെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ കൊച്ചിയിലെ അപകടങ്ങളുടെ കൊച്ചിയിലെ പ്രൈവറ്റ് ബസ്സുകൾ നോട്ടോറിയസ് ആണ്. അനേകം കൊല്ലങ്ങളായിട്ട് എനിക്ക് 10-35 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡില്. അപ്പോ ഇതിപ്പോ ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് എടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് RTOമാരാണ്, പോലീസാണ്, പിന്നെ ജനസമൂഹമാണ്. കാര്യം ഇതിനകത്ത് ശരിയായ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് MLAമാരും മുനിസിപ്പൽ കമ്മീഷണർമാരും കോർപ്പറേഷൻ ചെയർപേഴ്സണും അവര് മറ്റുമാണ്. പക്ഷെ ആരുടെ ഭാഗത്തുനിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രിവെൻഷൻ സ്ട്രാറ്റജി വരുന്നില്ല. അപ്പോൾ അനേകം കുടുംബങ്ങൾ അനാഥരായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി അനേകം പേര് മരിച്ച് ജീവിക്കുന്ന ഒരു ദുസ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. ഇതിന്റെ ഞാൻ ഈ റീസെന്റ് ആയിട്ടൊരു പഠനം നടത്തിയപ്പോഴേ മലബാർ ഏരിയയിലെല്ലാം തന്നെ ഈ ബസ്സുകൾ വാടകയ്ക്ക് കൊടുത്തിട്ട് ഗുണ്ടാ സ്വഭാവമുള്ള ചെറുപ്പക്കാര് ആരുടെ നേർക്കും ബസ്സുകൾ കയറ്റി ഇടിക്കാം, കൊല്ലാം എന്നുള്ള നിലയിലേക്ക് കളക്ഷൻ കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോ സ്വയം ജോലി കണ്ടെത്തുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് പലപ്പോഴും ഒരു സ്വകാര്യ ബസ് ആ മുതലാളിക്ക് ഓടിച്ച് മുതലാക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറുപ്പക്കാരെ ഏൽപ്പിക്കും. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു വെച്ചാൽ റെക്ലെസ് ആയിട്ട് ഓടിക്കുക, ഡേഞ്ചറസ് ആയിട്ട് ഓടിക്കുക, എതിരെ വരുന്ന വാഹനത്തിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാതെ ആ ഡ്രൈവർക്കൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ ബസ്സിനകത്തിരിക്കുന്നവർക്ക് ബസ്സിലെ യാത്രക്കാർ കാര്യമായിട്ടുള്ള ക്ഷതം പറ്റില്ലെങ്കിൽ തന്നെയും എതിരെ വരുന്ന പാവങ്ങളായ 2 വീലർ ഓടിക്കുന്നവര്, സ്കൂട്ടർ ഓടിക്കുന്നവര്, കാർ ഓടിക്കുന്നവര് അവരെ എല്ലാം അപകടത്തിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ഇത് തന്നെ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഇത് മാറുന്നത്. സർ, ഈ പറയുന്ന പോലെ സ്വകാര്യ ബസ്സുകളുടെ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടിക്കുന്നതിന് നിയമങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ആ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഏറ്റവും പ്രധാനം ഈ റോഡുകളുടെ അവസ്ഥയും വളരെ ശോചനീയമാണ്. എങ്ങനെ പോയാലും ഒറ്റയ്ക്ക് പോയാൽ പോലും മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ റോഡുകളുടെയൊക്കെ അവസ്ഥ. മഴക്കാലത്ത് മുമ്പ് ശരിയാക്കും എന്ന് പറയും, മഴക്കാലം കഴിഞ്ഞാലും ശരിയാക്കുന്നില്ല. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോൾ മരണങ്ങളുടെ എണ്ണം കൂടുന്നതല്ലാതെ ഇതിലൊരു നടപടിയും വരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം റോഡ് റിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ പോട്ട് ഹോൾസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് ഏപ്രിൽ മാസത്തിന് മുമ്പ്, മെയ് മാസം. കാര്യം മെയ് മാസത്തിൽ നമുക്ക് മൺസൂൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് PWD വകുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ റോഡുകൾ, കോർപ്പറേഷൻ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അവരൊക്കെ ചെയ്യേണ്ട വർക്ക് ചെയ്യാത്തത് മൂലം ഇതെല്ലാം പെൻഡിങ്ങിൽ വെച്ചിട്ട് മഴക്കാലം ആവുമ്പോഴേക്കും നമുക്ക് റോഡ് ഏതാ കുഴി ഏതാ എന്നറിയാത്ത രീതിയിലേക്ക് പെടഞ്ഞു മരിക്കുന്നത് 2 വീലർ ഓടിക്കുന്നവരാണ്. അവർക്കാണ് ഇതൊരു വലിയ റിസ്കി അഫെയർ ആയിട്ട് പോകുന്നത്. കാരണം നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് റോഡ് ടാക്സ് കൊടുത്ത് പിന്നെ മറ്റ് ടാക്സുകളൊക്കെ കൊടുത്ത് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിന് സുരക്ഷിതമായ റോഡുകൾ കൊടുക്കുക എന്നുള്ളത്. അവിടെ ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. വരുന്ന വാർത്ത, ഒരു ബൈക്ക് യാത്രികന്റെ വട്ടം ചാടി, ഒരു നായ വട്ടം ചാടി ഒരു കണ്ണൂരിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു എന്നതാണ്. അതും ചെറുപ്പക്കാരൻ തന്നെയാണ്. ഈ പറയുന്നത് പോലെ നമുക്ക് നായകളെ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതിനൊരു പ്രതിവിധി എന്താണ്? പലപ്പോഴും ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് മരണത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും ഇത്തരത്തിൽ രാവിലെ യാത്ര ചെയ്യുന്നവരും അതിരാവിലെ യാത്ര ചെയ്യുന്നവരും രാത്രി ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ പലപ്പോഴും ഫേസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഈ നായ, കാട്ടുപന്നി ശല്യം ഒക്കെ വലിയൊരു പ്രശ്നമാണ് സ്കൂട്ടർ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. വളരെ ശരിയാണ്. കാരണം ഈ റോഡ് അരികിലൊക്കെ വേസ്റ്റ്, പ്രത്യേകിച്ച് മാംസത്തിന്റെ വേസ്റ്റ് ഒക്കെ റോഡിലേക്ക് എറിയുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് തിന്നാൻ വേണ്ടിയാണ് ഈ നായ്കൾ റോഡിൽ തമ്പടിച്ചിരിക്കുകയും വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും. പിന്നെ മറ്റൊരു ഗുരുതരമായ വിഷയം നമ്മുടെ ചെറുപ്പക്കാരിലുണ്ട്. അതായത് വാഹനങ്ങളുടെ
കുതിരശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് എക്സസീവ് സ്പീഡിങ്ങിൽ വാഹനം ഓടിക്കരുത്, പ്രത്യേകിച്ചും മഴക്കാലത്ത്. ഈ 2 വീലർ എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റെബിലിറ്റി ഒട്ടും തന്നെ ഇല്ലാത്തതാണ്. ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. കാര്യം ഒരു ബസ് മറ്റൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്യുകയോ കാറിനെ ഓവർടേക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ 2 വീലർ ഓടിക്കുന്ന ആൾ റെക്ലെസ് ആയിട്ട് അതിനെ ഓവർടേക്ക് ചെയ്തിട്ട് നേരെ പോയി ഇടിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിത്യസംഭവങ്ങളായിട്ടുണ്ട്. ദയവിത് ചെയ്ത് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാണ് മറ്റാരേക്കാളും. ആ ജീവൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. കഴിവതും 2 വീലർ ഈ മഴക്കാലത്ത് ഓടിക്കുന്നത് ഒഴിവാക്കുക. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഓടിക്കുക. കാര്യം വാഹനത്തിന്റെ കുതിരശക്തി പരമാവധി ഉപയോഗിക്കുന്ന ഒരു തരം ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടില് പൊതുവേ ഉള്ളത്. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കോളേജ് അങ്ങനെയുള്ള പ്രൊഫഷണൽ കോളേജിലെ കുട്ടികൾ, അവർക്കിതൊന്ന് എൻജോയ് ചെയ്യണം. പക്ഷെ മഴക്കാലത്ത് ചെയ്യല്ലേ മക്കളെ, കാര്യം നിങ്ങളുടെ ജീവൻ പൊലിയും, മറ്റാർക്കും ഒന്നും സംഭവിക്കില്ല. അപ്പൊ പല അപകടങ്ങളും കാണിക്കുന്നത് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നിസ്സാര മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ ഈ ആപത്തിലേക്ക് ചാടുന്നത്. ചെയ്യരുത്, ഇത് സേഫ് അല്ല. നിങ്ങളൊരു കുടുംബത്തിനെ, അച്ഛനെയും അമ്മയാണ് തീരാ ദുഃഖത്തിലാഴ്ത്തുന്നത്. സാർ, ഈ ഒരു സംശയം, അതായത് ഇപ്പം യുവാക്കളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതോട് ചോദിക്കുകയാണ്. അതായത് വളരെ ചെറുപ്പത്തിലേ തന്നെ, എനിക്ക് തോന്നുന്നു 18 വയസ്സിന് മുൻപ് തന്നെ വളരെ ചെറുപ്പത്തിലേ അവർ സൈക്കിളും 2 വീലറും അങ്ങനെ വാഹനങ്ങളുമായി കുറെ അടുത്തിടപഴകുന്നതാണ് യുവാക്കൾ, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ശീലമായി മാറുകയാണ്. വളരെ നിസ്സാരമായി അവർ ഉപയോഗിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ വാഹനം. അങ്ങനെ ഒരു അപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു 21, 22 വയസ്സ്, 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അത് അവരുടെ ഒരു ഭാഗമായി മാറുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? ഈ നിയമങ്ങൾ ലംഘിക്കുക, അല്ലെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമല്ല, എങ്ങനെ പോയാലും എനിക്ക് പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവുണ്ടോ എന്നൊക്കെ പറയുന്നൊരു ആത്മവിശ്വാസത്തിലേക്ക് പോകുന്നതാണോ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാര്യം നമ്മുടെ ചെറുപ്പക്കാര് അഡ്വഞ്ചറസ് ടൈപ്പാണ്. ഇപ്പോ മൈക്കിൾ ഷൂമേക്കറെ മാതിരിയോ അല്ലെങ്കിൽ അതുമാതിരിയുള്ള അഡ്വഞ്ചറിനെ സ്നേഹിക്കുന്ന, പ്രേമിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവർക്ക് ഓവർ സ്പീഡ് ഒരു ഹരമാണ്. പക്ഷെ അത് എവിടെ എത്തും എന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കാറില്ല. അപ്പൊ ഒരു നിമിഷം കൊണ്ട് എല്ലാം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഈ റെക്ലെസ് ഡ്രൈവിങ്ങും അതുമൂലം ഉണ്ടാകുന്ന റോഡ് അപകടങ്ങളും നമ്മുടെ സ്റ്റേറ്റിൽ കാണിക്കുന്നത്. ഇത്രയും ചെറുപ്പക്കാർ മരിക്കുന്ന ഒരു സ്റ്റേറ്റും ഇന്ത്യയിലില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. കാര്യം വാഹനങ്ങളുടെ കുതിരശക്തി കൂടാതെ ഈ മണി പവർ, അതൊരു ബൈക്ക് മേടിക്കാൻ വേണ്ടി ആ ചെറുപ്പക്കാരൻ വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും അച്ഛനമ്മമാര് ഗതികെട്ട് ടെൻഷൻ അടിച്ചിട്ടാണ് ഒരു ബൈക്ക് മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ബൈക്ക് എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂട്ടർ ബൈക്ക് അല്ല അവന് വേണ്ടത്, അവന് വേണ്ട സ്പോർട്സ് ബൈക്കാണ്. അതായത് 200 കിലോമീറ്ററിലൊക്കെ പോകാൻ പറ്റുന്ന സ്പോർട്സ് ബൈക്കുകൾ വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോഴേ ആ അച്ഛനും അമ്മയും നെഞ്ചുരുകയാണ് അത് മേടിച്ചു കൊടുക്കുന്നത്. അത് പിന്നെ റെക്ലെസ് ആയിട്ട് കൂട്ടുകാർ കൂടി ഓടിക്കുകയും എവിടെങ്കിലും ചെന്ന് തീരുകയും ചെയ്യും. കാര്യം ഇതിന് ചെയ്യേണ്ടത്, ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞിരുന്നു, ഈ കുട്ടികൾക്ക് ഓഫ് റോഡ് ഡ്രൈവിംഗ് സ്കിൽസ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിന്റെ സൈഡിലൊക്കെ ഉള്ള ഓപ്പൺ ഏരിയയിലെ ഗവൺമെന്റ് തന്നെ ട്രാക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവരിപ്പോ ഈ പറഞ്ഞ സ്കിൽസ് ഒക്കെ ചെയ്യുന്നത് ഹൈവേകളിലാണ്, പബ്ലിക് റോഡുകളിലാണ്. അതല്ലാതെ 2 വീലർ എങ്ങനെയാണ്, കാർ എങ്ങനെയാണ് റഫ് ടെറൈനിലൂടെ ഓടിക്കേണ്ടത്, അങ്ങനെയൊക്കെ നമ്മുടെ ഗവൺമെന്റിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ചെയ്താൽ ഈ കുട്ടികളുടെ ആ ഇങ്ങനെയുള്ള ഒരു ഒരു സ്പോർട്സ് സ്പിരിറ്റ്, അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു റഫ് റോഡിലൂടെ ഓടിക്കുന്ന ഓൾ ടെറൈൻ ഡ്രൈവിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്ത് തന്നെയായാലും ദയവ് ചെയ്ത് എനിക്ക് അപേക്ഷിക്കാനുള്ള ചെറുപ്പക്കാരോടാണ്, ദയവ് ചെയ്ത് മക്കളെ, നിങ്ങളുടെ ജീവിതം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല ഭാവിയുണ്ട്. കാര്യം നിങ്ങൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയായ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഇത്ര നല്ല കാലാവസ്ഥ, ഇത്ര നല്ല ആൾക്കാര്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതം ഇടയ്ക്ക് വെച്ച് പൊലിഞ്ഞു പോകരുതേ എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.